ഒരുപാട് പരിഹാസങ്ങൾ കേട്ടു. 10-30 കിലോ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടാ നടക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ എൻ്റെ ലൈഫ്. ഞാൻ സ്വപ്നം കണ്ടു, ദൈവം അനുഗ്രഹിച്ച് അത് ഞാൻ സാധിച്ചെടുക്കുകയും ചെയ്തു. ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് കിനാവിന്റെ ചില്ലയിൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബത്തിലൂടെയാണ്. ഗോവിന്ദ സാർ ഡയറക്ട് ചെയ്ത സിതാര മാം പാടിയ ഒരു പാട്ട്. അതിലാണ് ഇതിനകത്തെ ഹീറോയിന്റെ ചേച്ചിയായിട്ടാണ് ഞാനൊരു ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത്. ഒന്നാമത് ടോബിച്ചേട്ടന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ടോബിച്ചേട്ടന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ നമ്പറാണ് ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തത്. ഫീൽ ഫ്രീ ടു കോൾ എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ അയച്ചു കൊടുക്കുക ചെയ്ത്. ആ മൊമെന്റിൽ ആളെന്നെ വിളിച്ചു, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നിൽക്കുക, സ്വപ്നം കാണുന്ന പോലെ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. ആക്ട്രസ് രമ്യ കൃഷ്ണനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. എന്തൊക്കെയുണ്ട് ഒരു പുതിയ വിശേഷം എന്ന് പറയുന്നത്? ഒരു മാസം തന്നെ 2 സിനിമ ഇറങ്ങിയതിന്റെ ഒരു സന്തോഷത്തിലാണ്. ദൃഢത്തിലുണ്ടായിരുന്നു, അതിൽ ഒരു നല്ല വേഷം ചെയ്യാൻ സാധിച്ചു. ദൃശ്യം എന്ന സിനിമയുടെയും ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചു. അങ്ങനെ ഈ മാസം ഈ ഒരു 2 സിനിമ ഇറങ്ങിയതിന്റെ ഒരു സന്തോഷം, നല്ലൊരു ഹാപ്പിനെസ്സിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു മിക്സഡ് റിവ്യൂലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകൾക്ക് റെസ്പോൺസ് ഒക്കെ പറഞ്ഞിരുന്നോ? തീർച്ചയായും. ഇല്ല, ഞാൻ റിലീസ് ആവുന്നതിന് മുമ്പ് അങ്ങനെ അധികം ആർക്കും അറിയില്ല ഞാൻ ഈ ഒരു മൂവിയുടെ പാർട്ടാണ് എന്നുള്ളത്. ഇപ്പൊ ഇന്നലെ റിലീസ് ആയതിനു ശേഷം എനിക്കിതുപോലെ ഒത്തിരി മെസ്സേജുകൾ വന്നു, കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫേസ്, അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷം. അല്ല, അതിനു മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞ ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്നതിലല്ല, അത്രയും നല്ലൊരു വലിയൊരു സിനിമയുടെ ഭാഗമാവുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ദൃശ്യം സിനിമയിൽ അഭിനയിച്ചപ്പോ? എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ എളുപ്പമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജിത്തു സാർ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ വന്നു, ഒരു 1 hour എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ. പക്ഷെ എനിക്ക് ലാലേട്ടനെ ഒന്നും കാണാൻ പറ്റിയില്ല. അദ്ദേഹം വന്നായിരുന്നു, ഫാൽക്കെ അവാർഡ് വാങ്ങിക്കാൻ പോയ ദിവസമായിരുന്നു എനിക്ക് ഷൂട്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. എന്നാൽ പോലും ഇത്രയും വലിയൊരു സിനിമയിൽ, അദ്ദേഹത്തിന്റെ സിനിമയിൽ ഭാഗമായത് വലിയൊരു കാര്യം. അതും ആളുകൾ റെക്കഗ്നൈസ് ചെയ്തല്ലോ, അത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ കാരണം ഇതിന് 2 weeks മുമ്പായിരുന്നല്ലോ ദൃഢം റിലീസായത്. അപ്പൊ ദൃഢത്തില് ഒരു നല്ലൊരു വേഷമായിരുന്നു അത്. ത്രൂ ഔട്ട് അല്ലെങ്കിൽ പോലും ആ സിനിമയുടെ ഒരു നല്ലൊരു ഭാഗമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഫേസ് ഓൾറെഡി രജിസ്റ്റർ ആയി. അപ്പൊ അതുകൊണ്ട് ദൃശ്യത്തിൽ വന്നപ്പോ ഒത്തിരി ആൾക്കാര് മെസ്സേജ് അയച്ചു. അപ്പൊ ജിത്തു സാർ എങ്ങനെയാണ് വിളിക്കുന്നത് ദൃശ്യം മൂവിയിലോട്ട്? അതായത് നമ്മള് ഇത്രയും മൂവി, കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാറിന്റെ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളിയായിരിക്കും എപ്പോഴും മൂവി ചെയ്യുമ്പോൾ. അത് സത്യം പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയായിരുന്നില്ല. സിനിമയെ പറ്റി പഠിക്കുന്ന കാലത്തൊന്നും സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നമുക്ക് അങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടി വന്നതാണ്. അപ്പൊ ദൃശ്യത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃഢത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ദൃശ്യത്തിലേക്ക് കണക്ഷൻ കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് കിട്ടിയതിലേക്ക് വന്നത്. അപ്പൊ ദൃഢം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു കുറ്റാന്വേഷണ ഒരു സിനിമ, അത്രയും പോലീസ് കഥാപാത്രങ്ങളെ ഷെയ്നൊക്കെ അഭിനയിച്ചൊരു സിനിമയായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രേക്ഷക പ്രശംസ കിട്ടിയ ഒരു സിനിമയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ദൃഢത്തിലോട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു? ദൃഢത്തില് നമുക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു. ആ ഓഡീഷൻ വഴി തന്നെയാണ് കിട്ടിയത്. അപ്പൊ അത് ഓഡീഷനിലേക്ക് എത്തിയത് അതിന്റെ റൈറ്റേഴ്സ് 2 കുട്ടികളാണ്. അവര് ജോമോൻ, ലിൻഡോ ദേവസ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് എനിക്ക് ഈ റൈറ്റേഴ്സിലേക്ക് എത്താൻ സാധിച്ചതും. അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കെയർ ഓഫിൽ നമ്മൾ റൈറ്റേഴ്സ് എൻ്റെ പ്രൊഫൈല് കണ്ടു. അപ്പോൾ അവര് ജിത്തു സാറിന്റെ മകളായിരുന്നു ഇതിന്റെ ടീമിൽ വർക്ക് ചെയ്തത്. അപ്പൊ അവർക്ക് എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തു. അങ്ങനെ അവര് നമ്മളെ ഓഡീഷൻ വിളിച്ചിട്ട് ഓഡീഷൻ ചെയ്തിട്ടാണ് നമ്മൾ ദൃഢത്തിലേക്ക് ആണ്. അപ്പൊ ഓഡീഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊരു സിനിമയിൽ ഓഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓഡീഷൻ ഒക്കെ എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? സത്യം പറഞ്ഞാൽ ഇതിന്റെ ദൃഢത്തിന്റെ ഓഡീഷനിൽ ഞാൻ ആ ക്യാരക്ടർ തന്നെയാണ് അവരെന്നെ കൊണ്ട് ചെയ്യിച്ചത്. എന്താണോ ഞാൻ ആ സിനിമയിൽ ചെയ്തത് അത് തന്നെയാണ് എന്നെ അവർ ഓഡീഷനിലും ചെയ്യിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയത്തിന്റെ സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓൾറെഡി ഈ ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓഡീഷനിൽ പറഞ്ഞ് ചെയ്തതാണ്. അപ്പൊ തന്നെ അത് ബൈഹേർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ അഭിനയിക്കുന്ന സമയത്ത് വന്നപ്പോ ഷൂട്ടിന്റെ സമയത്ത് കുറച്ച് ഈസി ആയിരുന്നു. സെയിം തന്നെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു കാലത്ത് എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് ആയിരുന്നു നമുക്ക് എപ്പോഴും ഒരു ആക്ടിങ്, അല്ലെങ്കിൽ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ആളുകൾക്കും കഴിവുകളുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ടിക്ടോക്ക്. അപ്പൊ
ടിക്ടോക്കിലൂടെ ആയിരുന്നു ഒരു തുടക്കം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ടിക്ടോക്കിന്റെ ഒക്കെ? അയ്യോ, അത് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ടിക്ടോക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എന്നെ സംബന്ധിച്ച് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് തന്നെ നമ്മളെ എല്ലാവരും കളിയാക്കുകയും സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് വരെ കേട്ട ചോദ്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ച് സിനിമ എന്നുള്ളതൊന്നും വന്നൊരു ചിന്തയേ ഇല്ല. പക്ഷെ ടിക്ടോക്കിൽ അഭിനയിക്കുക, അതിൽ ലിപ്സിങ്ക് കൊണ്ടുവരിക, നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിരുന്നു. അപ്പൊ ഞാനത് ആരെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കുറച്ചൊക്കെ വിഷമം തോന്നും, എന്നാൽ പോലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോലും എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും എൻ്റെ പേരൻസും ഒക്കെ വളരെ സപ്പോർട്ടായിരുന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആണ് സത്യം. അവര് എനിക്ക് ഇപ്പം അമ്മയുടെ സാരി ഒക്കെ കൊടുത്തിട്ട് ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡാണ് എനിക്ക് ആദ്യമായിട്ട് ട്രൈപോഡ് വാങ്ങിക്കൊണ്ടു തരുന്നത്. അന്ന് ട്രൈപോഡൊന്നും വേറെ ഇല്ല നമുക്ക്. അപ്പൊ അങ്ങനെയാണ് ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഭിനയിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അത് അഭിനയിക്കാനുള്ളത് നമുക്കൊരു മെന്റൽ റിലീഫ് കൂടിയായിരുന്നു. അപ്പൊ അന്ന് അതിലൂടെ ഇങ്ങനെ അഭിനയിച്ച് ആ ഒരു സ്റ്റാർട്ടിങ് വന്നു. അത്യാവശ്യം ആൾക്കാർ നല്ലോണം പ്രൊഫൈല് കണ്ടു തുടങ്ങി. അതൊരു വലിയൊരു റിലീഫായിരുന്നു. അതെ, അല്ല നമുക്ക് വേറൊന്നും ചിന്തിക്കാനുള്ള പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ട്. ബാക്കി ആരെന്ത് പറഞ്ഞാലും നമ്മളെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹസ്ബൻഡിന്റെ സപ്പോർട്ടുണ്ട്, ഇൻലോസിന്റെ സപ്പോർട്ടുണ്ട്, നമ്മുടെ പാരന്റ്സിന്റെ സപ്പോർട്ടുണ്ട്. പക്ഷെ ഇതിനും അപ്പുറം നമ്മുടെ ഫാമിലിയിൽ തന്നെ വേറെ ആ ഒരു സർക്കിളിൽ പിന്നെയും ആൾക്കാരുണ്ട്. അവരുടെ പുച്ഛവും പരിഹാസവും ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു വിഷമം തോന്നും. നമ്മളെ നമ്മുടെ ആ ഏജിന്റെ ഒരു ഡിഫറൻസും ഉണ്ട്. നമ്മൾക്ക് ഇതൊന്നും ചെയ്യില്ല. അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് 24-25 ഇയേഴ്സ് ഉള്ളൂ. അപ്പൊ അന്നത് കേൾക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ശരിയാണ്, ജോലിയില്ല, ഞാൻ ജോബ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നല്ല രീതിയിലുണ്ട്, രാത്രി ഉറങ്ങാത്ത രാത്രികളുണ്ട്. അപ്പം ഈ ഉറക്കമില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം ഒരു വീട്ടിൽ ഈ നേരത്തൊക്കെയാണോ എണീച്ച് വരുന്നത് എന്ന ചോദ്യം നമ്മൾ ഫേസ് ചെയ്യണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എത്രത്തോളം ആ കുഞ്ഞിനെ കൊണ്ട് ഉറങ്ങാതിരുന്നു എന്നുള്ളത് ഇവര് ചിന്തിക്കില്ല. പുറത്തുള്ള ആളുകൾക്ക് ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വെറുതെ ചോദിച്ച് പരിഹസിച്ചിട്ട് പോയാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുച്ഛവും പരിഹാസവും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അന്ന് അവർക്ക് മുമ്പിൽ അത്രയും തിരിച്ചൊരു മറുപടി, അത്രയും നമ്മൾ വിഷമിച്ച് നിന്നിട്ടുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നാലും ഈശ്വരൻ മറക്കില്ല. അതെ, പിന്നെ അതല്ല ആ നെഗറ്റീവും നോക്കിയിരുന്നു കഴിഞ്ഞാൽ എവിടെ എത്താൻ പോണില്ല. അത് എല്ലാവരും അങ്ങനെയാണല്ലോ, അത് വിജയിച്ചു പോരാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് നന്ദി പറയും. എന്നെ ഹെയ്റ്റ് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ ഒന്നുമില്ലേലും ഇന്ന് എവിടെയൊക്കെയോ എത്തി എന്നുള്ളതല്ല, എന്നാലും ഞാൻ അതിന്റെ ഒരു പാതയിലാണ്. എന്നെങ്കിലും ഒരു നല്ലൊരു നാളെ എനിക്ക് ഉണ്ടാവും എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ആ ഒരു തിരിച്ചടി തന്നെയാണ് നമ്മുടെ വിജയത്തിലുള്ളത്. അവരോട് ഞാൻ എപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷെ പെട്ടെന്ന് ഒരു ടിക്ടോക്ക് നിന്നപ്പോ എല്ലാവരുടെ ഒരു മനസ്സ് തകർന്നിരുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് അപ്പൊ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ടിക്ടോക്ക് ബാൻ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ദിവസങ്ങളൊക്കെ ഒന്ന് സർവൈവ് ചെയ്ത് പോവാൻ. പിന്നെ എങ്ങനെയൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ ചുമ്മാ നോക്കി സ്ക്രോൾ ചെയ്ത് എങ്ങനെയൊക്കെയോ കടന്നുകൂടി. അല്ല, നമ്മുടെ ഒരു പാഷൻ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഒരു ടിക്ടോക്കിനൊക്കെ ശേഷം ആദ്യമായിട്ട് സിനിമയിലോട്ട് വരുന്നത് എങ്ങനെയായിരുന്നു? അത് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് റീച്ച് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഔട്ട്ലുക്ക് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചു. എനിക്കൊരു 110 kg വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വെയിറ്റ് വെച്ചിട്ട് എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടു. 10-30 കിലോ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടാ നടക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം അന്ന് ഞാൻ അതിന് തിരിച്ച് മറുപടികൾ പറഞ്ഞിട്ടില്ല. ശരി, ആയിക്കോട്ടെ, ചിലപ്പോൾ പറ്റില്ലായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ എൻ്റെ ലൈഫ്. ഞാൻ സ്വപ്നം കണ്ടു, ദൈവം അനുഗ്രഹിച്ച് അത് ഞാൻ സാധിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്തു. നല്ല രീതിയിൽ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സ്ത്രീകൾക്ക് ഇത് പറ്റിക്കൂടാ.
അവർക്കും ഇത് സാധിക്കണമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അവരെ ഒന്ന് സഹായിച്ചുകൂടാ. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കേഷൻ ഞാൻ വരായിരുന്നു. അതായത് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എപ്പോഴും നമുക്കത് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കും, യൂണിവേഴ്സ് നമ്മളെ അതിലേക്ക് എത്തിക്കും എന്നുള്ളത് എന്റെ ലൈഫിലൂടെ ഞാൻ പഠിച്ചൊരു പാടാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു, ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ എടുത്തു. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ക്ലയൻസ് വന്നു, അവർക്ക് നല്ല റിസൾട്ട് വന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഞാൻ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് കിനാവിന്റെ ചില്ലയിൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബത്തിലൂടെയാണ്. വിപിൻ സാർ ഡയറക്ട് ചെയ്ത സിത്താര മാം പാടിയ ഒരു പാട്ട്. അതിലാണ് ഇതിനകത്തെ ഹീറോയിന്റെ ചേച്ചിയായിട്ടാണ് ഞാനൊരു ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത്. അതിനുശേഷം ആ സോങ് അത്യാവശ്യം യൂട്യൂബിൽ നന്നായിട്ട് കയറി. അങ്ങനെ ഇരിക്കെ പിന്നെ കണിമംഗലം കോവിലകം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. അതെ, അത് അത്യാവശ്യം നല്ല പീക്കിൽ നിന്ന് വൈറലായ ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പൊ അതിലേക്ക് ടീച്ചറായിട്ട് +1 +2 സ്റ്റുഡൻസിന്റെ ടീച്ചറായിട്ട് വേഷം ചെയ്യാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ ആ സീരീസ് വന്നപ്പോഴാണ് സീരീസ് അഭിനയിക്കുക, ശരി ഇതെന്നാ നല്ലതായിരിക്കും, എനിക്ക് പറ്റുമായിരിക്കും എന്നും പറഞ്ഞിട്ട് അങ്ങനെ അഭിനയം സ്റ്റാർട്ട് ചെയ്തു. സീരീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പത്തേക്കും തന്നെ ഇൻസ്റ്റയിൽ ആൾക്കാർ ലക്ഷ്മി ടീച്ചറല്ലേ, കണിമംഗലം കോവിലകത്തിലുള്ളതല്ലേ എന്ന് ചോദിച്ചു നമുക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി. അങ്ങനെ തന്നെ അതിന്റെ ഡയറക്ടർ രാജേഷ് മേനോൻ സാറ് സിനിമ എടുത്തു. തീപ്പൊരി ബെന്നി എന്ന് പറയുന്ന സിനിമ അർജുന അശോകന്റെ നല്ലൊരു മൂവിയായിരുന്നു. ഫാമിലി ഓറിയന്റഡ് മൂവിയായിരുന്നു. അങ്ങനെ ആ മൂവിയില് ഒരു റിപ്പോർട്ടറിന്റെ വേഷം ചെയ്തു. അതാണ് എന്റെ ഫസ്റ്റ് മൂവി. ശരിക്കും അത്രയും ഒരു ക്യാരക്ടർ കിട്ടിയ ഡയലോഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. കാരണം ഐഡന്റിറ്റി നമുക്ക് കിട്ടിയത് എനിക്കറിയ പോലും ഇല്ലാത്ത ഒരു വ്യക്തി, ശ്രീജ എന്ന് പറയുന്ന ഒരു കുട്ടി. ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കെ എന്റെ ഇൻസ്റ്റയില് ഹിഡൻ റിക്വസ്റ്റിലാണ് മെസ്സേജ് വന്നത്. നമ്മൾ കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ എനിക്ക് വേണമെങ്കിൽ മിസ്സാകാമായിരുന്നു, പക്ഷെ നമ്മുടെ തലയിൽ അങ്ങനെ ഒരു വരയുള്ളത് കൊണ്ടായിരിക്കാം ഞാനത് കണ്ടു. അത് രാത്രിയിൽ എനിക്ക് തോന്നുന്നു 8:39 ആയ സമയത്താണ് ഇതുപോലെ ഈ മെസ്സേജ് കിടക്കുന്നുണ്ട്. ഐഡന്റിറ്റിയുടെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഡീഷന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം ആള് നല്ല ഇംഗ്ലീഷിലാണ് മെസ്സേജ് വിടുന്നത്. അപ്പൊ നമ്മളിത് ഐഡന്റിറ്റി എന്ന് പറയുന്ന മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊരു മലയാളം മൂവിയാണെന്നോ എനിക്കറിയില്ല. ഇത്രയും ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടെന്നോ അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതെന്റെ പൊട്ടത്തരാണ്. പക്ഷെ എന്ന പോലെ ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മലയാളം മൂവി ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവരെനിക്ക് ഐഡന്റിറ്റിയുടെ പ്രൊഫൈൽ അയച്ചു തന്നു, മൂവിയുടെ പ്രൊഫൈൽ അയച്ചു തന്നു. അയച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നിൽക്കുന്നു, ടോവിച്ചേട്ടൻ നിൽക്കുന്നു. ഒന്നാമത് ടോവിച്ചേട്ടന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ടോവിച്ചേട്ടന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ നമ്പറാണ് ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തത്. ഫീൽ ഫ്രീ ടു കോൾ എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ അയച്ചു കൊടുക്കുക ചെയ്ത്. ആ മൊമെന്റിൽ എന്നെ വിളിച്ചു, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നിൽക്കുക, സ്വപ്നം കാണുന്ന പോലെ ഇതെന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഓഡീഷന് പോകുന്ന ഇത് തീപ്പൊരി ബെന്നിക്ക് എനിക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഈ ഡയറക്ടർ സാർ അഭിനയിക്കുന്നത് അറിഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹം സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തത്. പക്ഷെ ഓഡീഷൻ എന്റെ ഫസ്റ്റ് ഓഡീഷനാണ് ഐഡന്റിറ്റി. അന്ന് ഞാൻ എൻ്റെ ബ്രദറിന്റെ കൂടെയാണ് ഓഡീഷന് പോകുന്നത്. അത് വന്ന് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാനൊരു നോർമൽ കോസ്റ്റ്യൂമിലൊക്കെ ഓഡീഷൻ വന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് വരേണ്ടത്, ഇതിന്റെ ക്യാരക്ടർ എന്താണൊന്നും അറിയുന്നില്ല. അപ്പോൾ ആദ്യം വന്നത് സമയത്ത് എൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, അഖിൽ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം ഡയറക്ടർ അതിൻ്റെ ഒരു ത്രെഡൊക്കെ പറഞ്ഞു, ഇതാണ് വേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പക്ഷെ അന്ന് എന്നെ പെർഫോം ചെയ്യിച്ചു ഒന്നും നോക്കിയില്ല. ഞാൻ പോയി, ഒരു വിളിക്കാന്ന് പറഞ്ഞു, ഞാൻ പോയി. അത് കഴിഞ്ഞൊരു 2 വീക്സ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. നമുക്കൊരു സെക്കൻഡ് റൗണ്ട് ഓഡീഷനും കൂടി ഉണ്ട്. അപ്പോൾ കോസ്റ്റ്യൂം കൂടി ഒന്ന് ശ്രദ്ധിച്ചു വരിക, ഒരു കാഷ്വൽ കുർത്ത വേണ്ട, ഒരു ഷർട്ടും ജീൻസും ഇട്ട് വന്നാൽ മതിയെന്നു. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ വന്നപ്പോ അപ്പോഴാണ് എന്നെ പെർഫോം ചെയ്യിച്ചു നോക്കുന്നത്. മറ്റേ ഈ പറഞ്ഞ പോലെ ദൃഢവും ഇതുപോലെ ഒന്നും ആയിരുന്നില്ല. അത് ശരിക്കും ഒരു ലേഡി പോലീസ് ഒരു വേഷം തന്നെയാണ് ചെയ്യിച്ചത്. അവര് സ്വന്തം മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എസ്ഐയുടെ മുമ്പിൽ ഹാജരാക്കേണ്ടി വരുന്ന ഒരു ലേഡീസ് കോൺസ്റ്റബിളിനെ തന്നെയായിരുന്നു ചെയ്യിച്ചത്. പെർഫോം ചെയ്യാനുണ്ടായിരുന്നു, ചെയ്തു. അപ്പൊ ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ടോവിയുടെ ഒരു ഫാനാണ് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിൽ കണ്ട സമയത്ത്? ഞാൻ അദ്ദേഹത്തോട് ഫസ്റ്റ് പറഞ്ഞത് പോലും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. കാരണം സിനിമ ചിന്തിക്കുന്നതിന് മുമ്പ് പോലും
എനിക്ക് തോന്നുന്നു ABCD സിനിമ ഇറങ്ങിയ സമയത്തോട്ടെ ഇഷ്ടമുള്ളൊരു നായകനാണ് അദ്ദേഹം. അപ്പം പുള്ളിയെ ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുകയാണ്. ഞാനിങ്ങനെ നിൽക്കുക, എനിക്ക് അത്രയും നമ്മളെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ മുമ്പിൽ കാണും. കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ തൃഷ മാമിന്റെ കൂടെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു. എങ്ങനെയുണ്ട് തൃഷ മാമും ഇതേപോലെ നമ്മള് ഇത്രയും കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. ആള് സെറ്റില് വളരെ ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും വളരെ കാഷ്വലി തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു സ്റ്റാർ, ഒരു എന്താ പറയാ, അത്രയും വലിയൊരു സ്റ്റാർ ആണ് എന്നുള്ള ഒരു ഇതൊന്നും ആൾക്കില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും എല്ലാം. ആളുടെ അപ്പം നമ്മളിങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചു, ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ മലയാളത്തിലെ ഇഷ്ടമുള്ള നായകൻ? ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞു. കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒറ്റ വാക്കി പറയും മമ്മൂക്ക അല്ലെങ്കിൽ പെട്ടെന്ന് ആള് പറഞ്ഞു ഫഹദിനെ ഇഷ്ടമാണ്. അല്ല, അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ ക്രൂ ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ആദ്യം വരുമ്പോ തൃഷ എന്നൊക്കെ നമ്മൾ കണ്ട് സ്ക്രീനിൽ കണ്ടല്ലോ. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവര് ഭയങ്കര നമ്മുടെ വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു തരജാട ഉണ്ടായിരുന്നില്ല. സെറ്റിന്റെ സമയത്ത്, ഷൂട്ടിങ്ങിന്റെ സമയത്ത് ത്രൂ ഔട്ട് അവിടെ തന്നെ ഇരിക്കും. ഷൂട്ട് കഴിയുമ്പോ ആള് കാരവനിൽ പോയിരിക്കും, തിരിച്ചു വരും, അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും ഭയങ്കര ഒരു ബ്ലസ്ഡ് മൊമെന്റ് അല്ലേ ഇത്രയും. അത് ഒരു സിനിമ ചെയ്യുമ്പോ നല്ലൊരു ആദ്യത്തെ സിനിമ തന്നെ, അല്ല തീപരുവന് ചെയ്തെങ്കിലും ഇത്രയും നല്ലൊരു സ്റ്റാർ കാസ്റ്റിന്റെ കൂടെ ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഇനി ഞാൻ അന്നും ഇന്നും ഗ്രേറ്റ്ഫുൾ ആണ്. അത് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ അത്രയും. അതൊരു വേർഡ് അല്ല കേട്ടോ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വേർഡ്. അത് ഭയങ്കര എന്റെ ലൈഫിൽ ഒരുപാട് വർക്കായ ഒരു കാര്യമാണ്. ഞാനതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും നമുക്കൊരു പോയിന്റ് കിട്ടുമ്പോൾ പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പം അതൊരു ആ ഒരു മോട്ടീവ് ഉള്ളതുകൊണ്ട് തന്നെയാണ്, നമുക്ക് ആ ഒരു പാഷനെ നമുക്ക് കൊണ്ടുവരുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ടിക്ടോക്ക് ചെയ്ത സമയത്ത് ഇപ്പൊ ഡയലോഗൊക്കെ ഇപ്പൊ കുറെ ലിപ്സിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടാ തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്? എന്നോട് പിന്നെ ചോദിച്ചാൽ എനിക്ക് ഡയലോഗ് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോ ഒരു ലിപ്സിംഗ് വെച്ചിട്ട് ഒരു മൂവിയുടെ ഭാഗം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാനത് ചെയ്യാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡയലോഗ് ആ ഒരു 10 വട്ടമെങ്കിലും ഞാനത് കേൾക്കും. നമ്മളിപ്പോ ഞാനതിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ നമ്മുടെ പെരുമഴക്കാലം സിനിമയിലെ കാവ്യ ചേച്ചി ചെയ്ത വേഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗംഗ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ. അപ്പോൾ ആ ഒരു വേഷത്തിലോട്ട് നമ്മൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആവുന്ന സമയത്ത് പോലും ഞാൻ ഈ ഡയലോഗ് കേട്ടുകൊണ്ടേയിരിക്കും. അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതെ, അതേപോലെ തന്നെ ആ സിനിമയും പോയി ഒന്ന് കാണും. ആളുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ എത്ര ആള് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ആക്കും എന്നുള്ളതല്ല, എന്നാൽ പോലും കുറച്ചെങ്കിലും അതുമായിട്ടൊരു സിമിലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഏതെങ്കിലും ഒന്നും ചെയ്തു നോക്കിയാലോ? ശ്രമിക്കാം. സുഖുവേട്ടനോട് ചോദിക്കാതെ ഒരു 5 പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യവും പറഞ്ഞ് ആ തള്ള എന്നെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതുകൊണ്ടല്ല, ഇങ്ങനെ കാശ് കൊടുത്ത് താല്പര്യമുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതിപ്പോ നമ്മളൊരു ഓഡീഷന് ചെല്ലുകയാണ്, നമുക്കൊരു സിറ്റുവേഷൻ തരാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഓഡീഷന് ചെല്ലുന്നവരെ ഉള്ളൊരു ടെൻഷനേ ഉള്ളൂ. അത് നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരാറില്ല. സഹിച്ച് നമ്മൾ അന്നേരം ആ ഒരു സിറ്റുവേഷനെ എങ്ങനെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കും. അതപ്പോ അതങ്ങ് ചെയ്യും. ആ സമയത്ത് എനിക്കൊരു ടെൻഷനൊന്നും തോന്നാറില്ല. പക്ഷെ ഓഡീഷൻ എത്തുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഒരു എന്താണ് നമുക്ക് തരുന്ന സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ആലോചിച്ച് ഒരു ടെൻഷൻ തോന്നാറുണ്ട്. ശരിക്കും ഈ ഒരു ടിക്ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരുപാട് പേർക്ക്. ടിക്ടോക്കിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമയിലേക്കൊക്കെ വന്ന തന്നെ ആൾക്കാർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജസ് ഉണ്ട്, ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒരുപാട് മീഡിയാസ് ഉണ്ട്. അപ്പോൾ അവസരങ്ങൾ ഒത്തിരി ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അഭിനയിക്കാൻ കയറി വരാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ തന്നെ നിൽക്കുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അവരിതുപോലെ കുറെ ചാനൽസ്, നമ്മുടെ വാഴ 2-ല് അദ്ദേഹം യുറേക്ക സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു അടിപൊളി പേജിൽ നിന്ന് കയറി വന്നതല്ലേ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അല്ല, കണ്ടന്റ് ക്രിയേഷൻ ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട്. അതായത്
എനിക്ക് തോന്നുന്നു സിനിമയിൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ മാത്രമുള്ള ഒരു മീഡിയ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. സിനിമയിലൊന്നും വരണ്ട, സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റി അങ്ങനെ പബ്ലിസിറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ദേവരാജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അല്ലെങ്കിൽ ഹാഷിറിന്റെ അല്ലെങ്കിൽ അലനവരുടെ ഒക്കെ കാര്യം പറയുമ്പോഴും എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും കൂടുതൽ അവർക്ക് ഫാൻസ് കൂടുതലുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെയാണ്. കാരണം ഹാഷിറിനൊക്കെ എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരുടെ നേരത്തെ തൊട്ടേ ഉള്ള റീൽസ്, കോമഡി റീൽസ് കണ്ട് ഇവരെ ഈ ഒരു വാഴ 2 കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര, ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ലാലേട്ടൻ മമ്മൂക്ക കാണുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ആരവമാണ് ഈ കുട്ടികൾക്ക് ഇവരെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇപ്പൊ രമ്യയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ടിക്ടോക്കിൽ എത്രയോ കാര്യങ്ങളായിട്ട് ചെയ്തിരുന്നായിരുന്നല്ലോ. അപ്പൊ സിനിമേനെക്കാട്ടും കൂടുതൽ ടിക്ടോക്കിൽ അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ ടിക്ടോക്കിനേക്കാളും കുറച്ചുകൂടി ഇപ്പൊ റീച്ച് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. കാരണം ഇൻസ്റ്റയില് ഞാൻ ഇപ്പൊ റീസെന്റ് കുറച്ചായിട്ട് ഓൺ വോയിസ് റീൽസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടേതായ സിറ്റുവേഷൻസ്, നമ്മൾ ചിലപ്പം വന്ന വഴികളായിരിക്കാം, എൻ്റെ തന്നെ പല അനുഭവങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതോ അങ്ങനെ ഉള്ള സിറ്റുവേഷൻസിനെ എൻ്റെതായ രീതിയിൽ, ഇപ്പോൾ അത് പലരും ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം, ഇൻസ്പയർഡ് കോണ്ടന്റ് ആയിരിക്കാം, പക്ഷെ എന്നാൽ പോലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ പോലും ആ റീൽസ് കണ്ടിരുന്നിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ 2-3 ടീച്ചേഴ്സിന്റെ തന്നെ പല വേർഷൻസ് ചെയ്തു. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം, ഒരു ഡെലിവറിക്ക് ശേഷമുള്ള ഒരു അമ്മയും കുഞ്ഞും കൂടെ ഇരിക്കുന്ന ഒരു വീഡിയോ, അത് യൂട്യൂബിലും ഒരു 2 മില്യൺ വ്യൂസ് കയറിയിട്ടുണ്ട്. അങ്ങനെ കുറെ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആൾക്കാർ കണ്ടിരിക്കും. അത് അങ്ങനെയാ. ഇപ്പൊ എല്ലാ സിനിമകളായാലും നമുക്ക് ഇപ്പോഴത്തെ സിനിമകളൊക്കെ അങ്ങനെ സിറ്റുവേഷനലി നമുക്ക് കണക്ട് ആവുന്ന സിനിമകളാണ്. അപ്പൊ സിനിമയായാലും അതെ, റീൽസ് ആയാലും അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പം ഫീൽ ചെയ്യാൻ കാരണം, നമ്മള് നേരത്തെ ലിപ്സിംഗ് റീൽസിനോ അല്ലെങ്കിൽ ടിക്ടോക്ക് എന്ന് പറഞ്ഞില്ലേ, അപ്പം ലിപ്സിംഗിന് കൊടുത്തിരുന്ന ആ പ്രാധാന്യം ഇപ്പൊ സത്യം പറഞ്ഞാൽ ലിപ്സിംഗ് വീഡിയോസിന് ഇല്ല. ഇപ്പൊ കുറെ കൂടെ ആൾക്കാർക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഓൺ വോയിസിൽ വരുന്ന വീഡിയോസ്, അതിനോടാണ് കൂടുതൽ ഇഷ്ടം. ആൾക്കാരത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കും. മറ്റേത് ലിപ്സിംഗ് ഓൾറെഡി നമുക്ക് അറിയാം, അടുത്ത ഡയലോഗ് ഇതായിരിക്കും, നമ്മൾ ഓൾറെഡി അത് വേറൊരാള് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനെ മറ്റൊരാള് ചെയ്യുമ്പം അത്രയും ചിലപ്പോ പെർഫെക്ഷൻ പോലും വരണമെന്നില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതി ചെയ്യുകയാണ്. അപ്പൊ അതിന് കുറെ കൂടെ ഓഡിയൻസ് കുറെ കൂടി ഇരിക്കുന്നുണ്ട്. അത് ശരി തോന്നി. അല്ല, അത് നല്ലൊരു കാര്യം. നമുക്ക് ഒരു ആക്ടിങ് ട്രെയിനിങ് കൂടിയാണല്ലോ അതൊക്കെ, സ്വന്തമായിട്ടുള്ള ഒരു ആക്ടിങ് ട്രെയിനിങ് കൂടെ. നമ്മൾ തന്നെ എഴുതുന്നു നമ്മുടേതായ വേർഡിങ്സ്, നമ്മുടേതായ ഡയലോഗ്. അപ്പൊ അതിന് കുറച്ചുകൂടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കുറച്ചുകൂടി ഈസിയാ ചെയ്യാൻ, നമുക്ക് പറ്റുന്ന പോലെ ചെയ്തു പോയാൽ മതി. അതുപോലെ തന്നെ സിനിമ പോലെ തന്നെ ഫിറ്റ്നസിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഒരു കോച്ച് കൂടിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ അതിന് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഫിറ്റ്നസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പൊതുവെ പറയാനുള്ളത്? ഫിറ്റ്നസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു രീതിയേ അല്ല ഇപ്പോ. ആൾക്കാർ കുറെ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ലൈഫ് സ്റ്റൈൽ റൂട്ടീൻസ് കുറെ കൂടി ആൾക്കാർ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ജനറേഷനിൽ എല്ലാവർക്കും ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഏറ്റവും കുറഞ്ഞത് സെൽഫായിട്ടെങ്കിലും അവർ പ്രാക്ടീസ് ചെയ്യും, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട്. ജിമ്മിൽ പോകാൻ പറ്റുന്നവർ ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് പക്ഷെ കൂടുതലും പുറത്തുള്ള ആൾക്കാരാണ്, ലേഡീസിന് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ മസ്കറ്റ്, സൗദി, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തു പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ലേഡീസാണ് എൻ്റെ അടുത്ത് കൂടുതലും വർക്കൗട്ടിന് ചേർന്നിരിക്കുന്നത്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 1 അവർ എന്ന് പറയുന്നത് അവരുടേതായ സ്പേസ് ആണ്. അവരെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. അവരൊരു ലൈവ് സെഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അണ്ടർ ഗൈഡൻസിൽ പ്രോപ്പർ പോസ്റ്റേഴ്സിലാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു 1 അവർ എന്ന് പറയുന്നത് ഭയങ്കര റിലീഫാണ്. ഞാനിപ്പോൾ ഒരു 5 years ആയി വർക്കൗട്ട് ചെയ്യിക്കുന്നു. ഈ ഒരു 5 years ലാസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാരും വെയിറ്റ് ലോസ് എന്നുള്ളതിലുപരി അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ റൂട്ടീൻ്റെ ഭാഗമായിട്ട്
ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതൊരു ഭയങ്കര റിലീഫാണ്. ലൈഫാണ്. അല്ല, പലരും പറയും, ചിലരോ നമുക്ക് ഈ വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടൊന്നും എഫക്റ്റ് ഒന്നും വരുന്നില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വെച്ചാൽ ഇപ്പം പ്രത്യേകിച്ച് നമ്മള് സ്ത്രീകള്, ജെൻസിന്റെ കാര്യത്തിൽ കുറെ കൂടി വ്യത്യാസമുണ്ട്. അവർ കുറെ കൂടി ഇതൊരു ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നമ്മള് ലേഡീസിനെ സംബന്ധിച്ച് കുറച്ച്, ഇപ്പൊ ഞാൻ നമ്മളെ തന്നെ ഇരുത്തി കുറ്റം പറയുന്നതെന്ന് വിചാരിക്കരുത്. നമ്മള് ഒട്ടുമിക്ക ലേഡീസും നമുക്കൊരു ഗോൾ ഉണ്ടാവും. ഇപ്പൊ ചേട്ടന്റെ മാരേജ് വരുന്നു, നെക്സ്റ്റ് മന്ത് ചേട്ടന്റെ മാരേജാ, അപ്പൊ അതിന് മുമ്പ് എനിക്കൊന്ന് വണ്ണം കുറയ്ക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ മാരേജ്, അല്ലെങ്കിൽ പോട്ടെ അവനവന്റെ കല്യാണം വരുന്നു, അല്ലെങ്കിൽ എന്തിരുന്നാലും അങ്ങനെ ഒരു കൃത്യമായ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് മാത്രം വർക്ക്ഔട്ട് ചെയ്ത് ട്രിം ആവും. ആ സമയത്തേക്ക് ചിലപ്പോൾ അവർ വർക്ക്ഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്ത് ചിലപ്പോൾ ക്രാഷ് ഡയറ്റ് വരെ എടുത്ത് അവർ വിചാരിക്കുന്ന ഒരു ഗോളിലോട്ട് അവരെത്തും. ഈ ഒരു ഡേ കഴിയുമല്ലോ, ഈ ഒരു ഫംഗ്ഷൻ കഴിയുന്നതിന്റെ ദ വെരി നെക്സ്റ്റ് ഡേ ഇവർ ചെയ്യുന്ന എന്താ? ബാക്ക് ടു നോർമൽ ലൈഫ്. അപ്പം അവര് വർക്കൗട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, ചിലപ്പം സ്റ്റെപ്പ് കൗണ്ട് ട്രാക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും, ഡയറ്റ് നോർമൽ ആയിട്ടുള്ളത്. ഇവര് ഷുഗർ കട്ട് എടുത്തിട്ടായിരിക്കും വെയിറ്റ് ലോസ് ചെയ്തത്, അത് വീണ്ടും ബാക്ക് ടു ഷുഗർ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും പഴയ പോലെ തന്നെ ആവും. അപ്പൊ ഇവര് കഷ്ടപ്പെട്ട് ഒരു 4-5 കിലോ കുറച്ചത് ഇവരൊറ്റയടിക്ക് റീഗെയിൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഡയറ്റിൽ പല ആളുകൾ പലതരത്തിലുള്ള ഡയറ്റുകളാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഡയറ്റിന്റെ കാര്യത്തിലും ഒക്കെ എങ്ങനെയാണ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഡയറ്റ് ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയോട് ചെയ്യുന്ന ഒരു ബോഡിയെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ഇപ്പം ഷുഗർ കട്ട് എന്ന് പറയുന്നു, ഞാൻ ഒരിക്കലും എല്ലാവർക്കും ഷുഗർ കട്ട് പ്രിഫർ ചെയ്യില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഷുഗർ കട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ ഷുഗർ കട്ട് ചെയ്യേയില്ല. ഞാൻ വളരെ മിതമായിട്ട് ഷുഗർ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ രാവിലെ ഒരു ചായ കുടിക്കും, വൈകിട്ട് ഒരു ചായ കുടിക്കും. ഈ 2 ചായയിലും വളരെ മിതമായിട്ട് ഞാൻ ഷുഗർ ഇടും. നമ്മള് ചായയില് ഷുഗർ ഇടുന്നു എന്നുള്ളതല്ല വില്ലൻ. അതെ, ചായ തന്നെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഷുഗർ കട്ട് ചെയ്യുന്നത് നല്ലതാണ്, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഷുഗർ കട്ട് ചെയ്യാൻ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചെയ്യാം. കാരണം ഫേസിൽ തന്നെ നമ്മുടെ സ്കിന്നിന് തന്നെ ഒത്തിരി ചേഞ്ചസ് വരും. ഷുഗർ ശരിക്കും വില്ലൻ തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷെ അത് എല്ലാവർക്കും പറ്റണം എന്നില്ല. ഇപ്പം ഒരാളെ ഫോഴ്സ് ചെയ്ത്, ഇപ്പൊ ഞാൻ വൃന്ദയോട് പറയാണ്, വൃന്ദ നാളെ തൊട്ട് ഷുഗർ കട്ട് ചെയ്യും, ഒരു 7 days ഷുഗർ കട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ചെയ്തു. ഒരു 7 days കഴിഞ്ഞ് 8th day വൃന്ദ ചെയ്യുന്ന എന്തായിരിക്കും എന്നറിയോ? ചിലപ്പോ ആ കടിച്ചു പിടിച്ച് വെച്ചിരിക്കുന്ന ക്രേവിങ്ങിന്റെ ഒരു വീഡിയോ കാണും, ആ ഒരു 7 days കടിച്ചു പിടിച്ച് വെച്ചിട്ട് 8th day പോയി നമുക്ക് കണ്ണി കാണുന്നത് ചിലപ്പോൾ നമ്മൾ കഴിച്ചു പോകും. അപ്പൊ ക്രേവിങ്ങിനെ നമ്മൾ സപ്രസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ഗ്രാജുവലി അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് ബെറ്റർ ഒരു ഓപ്ഷൻ. അപ്പൊ നമുക്കത് ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാം. അതർവൈസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ കൺട്രോൾ ചെയ്തേക്കുന്ന ക്രേവിങ്ങിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതൊരു ഡിപ്രഷനിലേക്ക് പോകും ചിലപ്പോ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ക്ലയൻസ് എനിക്കുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പറയും, രമ്യ ഞാൻ കഷ്ടപ്പെട്ട് ഷുഗർ കട്ട് ചെയ്തു, പക്ഷെ എനിക്കൊരു 3 days കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര ഡിപ്രഷൻ വന്നു, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയി, ഞാൻ പുറത്തു പോയി, ഞാനൊരു ബ്രൗണി കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു ഷേക്ക് കുടിച്ചു. എന്തിനാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളതല്ല. നമ്മള് കുറച്ച് കൊണ്ടുവരിക. ഇപ്പൊ ഇന്ന് ഒരു ദിവസം ഒരു 5 ചായ കുടിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ കുടിക്കുമെന്നല്ല, എന്നാലും ഞാനൊരു ഇതായിട്ട് പറയാം, അത് 4 ചായയാക്കുക, പിന്നെ 3 ചായയാക്കുക, അങ്ങനെ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഫുഡ് റൂട്ടീനിൽ. അങ്ങനെ തന്നെ, അതായത് ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളത് കഴിക്കുക, ഒരു 3-4 ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒറ്റയടിക്ക് 4 ഇഡലി നിർത്തി ഒറ്റ ഇഡലി ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതൊരു 1 hour കഴിയുമ്പോൾ അവർ പോയി വേറെ എന്തെങ്കിലും കൈ കിട്ടുന്നത് കഴിക്കും. അപ്പം 4 ഇഡലി കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ഒരു 1 weekൽ അതൊരു 3 ഇഡലി ആക്കി നോക്കുക, കുറച്ച് കൊണ്ടുവരിക, അതിന്റെ കൂടെ പ്രോട്ടീൻ ആഡ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാ നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ഒരു കുറെ കാലങ്ങളിലുള്ള സംശയമാണ്, ഇപ്പൊ പുനീത് രാജ്കുമാറിന്റെ ഒക്കെ ഒരു ഡെത്ത് ഒക്കെ നമ്മൾ പറയുന്നത്, അത് കുറെ ഓവർ വർക്കൗട്ടിന്റെ കാര്യങ്ങള്, കുറെ കാര്യങ്ങൾ ആ സമയത്ത് അങ്ങനെ വന്നിരുന്നു. ഒരു എന്താ പറയാ, ഒരു ഫിറ്റ്നസിന്റെ കാര്യത്തിൽ തന്നെ കുറെ നെഗറ്റീവ്സ് ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിന്റെ ഒക്കെ ഒരു സത്യാവസ്ഥ എന്തായാലും ഫിറ്റ്നസ് കോച്ച് എന്നല്ലേ? അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് മിത്ത് ഇങ്ങനെ മനസ്സിലുണ്ട്. അതായത് നമ്മൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അദ്ദേഹത്തെ പോലെ
പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഇതിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, അതുപോലെ നമ്മൾ എടുക്കുന്ന സപ്ലിമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ് ഞാൻ എടുത്താൽ മതി. ഇപ്പൊ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ല, വേറൊരാള് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പോയി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതില്ലെങ്കിലും എന്നാലും അത് ചിലപ്പോൾ കാണും, അവർ പറഞ്ഞതല്ലേ എന്തായാലും എന്നാ ടാബ്ലറ്റ് എടുത്തേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി എടുക്കും. പ്രയോജനമുണ്ടോ? ഒരിക്കലും ഇല്ല. അതുപോലെ വേ പ്രോട്ടീൻ എടുക്കുന്നതിനെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് തെറ്റായ ധാരണകളുണ്ട്. ക്രിയാറ്റിൻ എടുക്കുന്നതിനെ പറ്റി ഇതൊക്കെ ആവശ്യമെങ്കിൽ എടുക്കാം, അനാവശ്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ അപ്പം വർക്കൗട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെ. നമ്മൾ ഓവറായിട്ട് ഒരു 24 hours ഉള്ള ഒരു ദിവസം ഉള്ളതിൽ നമ്മളൊരു 5 to 6 hours നമ്മൾ ജിമ്മിൽ കിടന്ന് കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. നമ്മളൊരു ടൈം ടേബിൾ പോലെ ഒരു ദിവസം ബാക്കും ബേസും അടുത്ത ദിവസം ചെസ്റ്റും ട്രൈസും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രെയിനറിന്റെ ഗൈഡൻസിൽ ഫോളോ ചെയ്ത് പോയാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കേസിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രെയിനും ഓവറായിട്ടുള്ള വർക്കൗട്ടും പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ഒത്തിരി കാണും കേട്ടോ. ഇടത്തിൽ എനിക്കറിയില്ല, പക്ഷെ പുറമെ കേട്ടത് ജിമ്മിൽ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ്. ചിലപ്പോ ആയിരിക്കാം കേട്ടോ, ഓവറായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തത് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു വന്നിരുന്നു. അപ്പം പ്രോപ്പറായിട്ട് സപ്ലിമെന്റ്സ് ചെന്നിട്ടുണ്ടാവില്ല, ഡയറ്റ് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നിരിക്കില്ല. ഉറക്കം വലിയൊരു ഫാക്റ്റാണ്. നമ്മളൊരു ഏറ്റവും കുറഞ്ഞതൊരു 6 to 7 hours എങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റിയാൽ അതാണ് നല്ലത്. പിന്നെ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് എടുക്കുക, വെള്ളം നന്നായി കുടിക്കുക, ഇതെല്ലാം ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ സിനിമയിൽ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. അതായത് നമുക്ക് അലച്ചില് കൂടുതലാണ്, സ്ട്രെയിൻ കൂടുതലാണ്, അതൊക്കെ കാരണമായിരിക്കാം. അതെ തീർച്ചയായിട്ടും. അത് ആ ഒരു ടൈമിങ്ങിൽ അവർ പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് ഫുഡ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ റീസൺസ് ആയിരുന്നിരിക്കാം. അദ്ദേഹത്തിന്റെ കേസിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കും അറിയില്ല. അല്ല, എല്ലാത്തിനും ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് ജിമ്മിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. 30+ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്, അതിപ്പോ ജിമ്മിൽ പോയില്ലെങ്കിൽ പോലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വീട്ടിലൊരു യോഗ മാറ്റും ഒരു സെറ്റ് ഓഫ് ഡംബിൾസും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്കിലും മതി, നമുക്കതൊരു അസറ്റാണ്. അല്ല, എല്ലാവരും ഇതേപോലെ തന്നെ നല്ല ഹെൽത്ത് ആയിട്ട് ജീവിക്കട്ടെ അല്ലേ. വർക്കൗട്ട് ഒക്കെ ചെയ്യണ എപ്പോഴും നല്ലതാ. ഹെൽത്ത് ആണല്ലോ നമ്മുടെ എപ്പോഴും ഇമ്പോർട്ടന്റ്. ഇപ്പം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ അഭിനയിക്കാനായാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്ക് ഹെൽത്ത് ഇമ്പോർട്ടന്റ്. ഇതുപോലെ ഈ ഒരു ഫിറ്റ്നസ് ജേണിയും അതുപോലെ ഇപ്പൊ കുറെ സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഞാനും ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു.